കുസാറ്റിലെ യുണീക്ക് ആയിട്ടുള്ള കോഴ്സുകളിൽ നമ്പർ 1 പൊസിഷൻ ബിടെക് നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ടെക്നോളജി എന്ന ബ്രാഞ്ച് തന്നെയാണ്. വിദ്യാർത്ഥികൾക്കും പേരൻസിനുമെല്ലാം എന്താണ് ഈ ഒരു കോഴ്സ് എന്നറിയാനായിട്ട് ഇച്ചിരി അധികം താല്പര്യമുണ്ടായിരിക്കാം. ഇന്ന് നമ്മോടൊപ്പം എന്താണ് നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ടെക്നോളജി എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് സതീഷ് ബാബു സർ, HODയും അതോടൊപ്പം തന്നെ പ്രൊഫസർ ശിവപ്രസാദ് സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. സർ, സ്നേഹപൂർവ്വം സ്വാഗതം. സർ, ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഒരു കോഴ്സ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമേ ഈ ഒരു ബിടെക് പ്രോഗ്രാം ഉള്ളൂ. എന്താണ് ശരിക്കും ഈ ഒരു ബിടെക് പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു സിലബസ് വൈസ് ഉള്ള സ്ട്രക്ചർ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഷിപ്പ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ വളരെ വൈഡായ ഒരു ഫീൽഡാണ്. നമ്മൾ ഷിപ്പ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ 1-2 ഷിപ്സിൻ്റെ പടമായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കാർഗോ കൊണ്ടുപോകുന്ന ഷിപ്സ് ഉണ്ട്, ഫിഷിംഗ് വെസൽസ് ഉണ്ട്, നേവിയുടെ സോഫിസ്റ്റിക്കേറ്റഡ് വാർഷിപ്സ് ഉണ്ട്, അതുകൂടാതെ മറൈൻ ഓയിൽ ആൻഡ് ഗ്യാസ്, ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ്, അങ്ങനെ വളരെ വിസ്തൃതമായ ഒരു ഫീൽഡാണ് ഷിപ്പ് ടെക്നോളജി കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ വ്യവസായത്തിൻ്റെ കാർഗോ മൂവ്മെൻറ്റിൻ്റെ 90% കച്ചവടം പല രാജ്യങ്ങളിൽ നമ്മളുടെ കച്ചവടം നടക്കുന്നത് കടലിലൂടെയാണ്. അപ്പോൾ അത്രയും ഒരു വലിയൊരു ഏരിയയിൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഷിപ്പുകളും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും ഡിസൈനും കൺസ്ട്രക്ഷൻ, ഓവർസീയിങ്, റീഫിറ്റ്, അങ്ങനെ വളരെ ഒരു വൈഡായ ഏരിയയാണ് ഈ ബിടെക് നേവൽ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പഠിക്കുന്നത്. സർ, ഇതുപോലൊരു കോഴ്സിനെ കുറിച്ച് പറയുമ്പം, അതായത് വളരെ യുണീക്ക് ആയിട്ടുള്ള കോഴ്സ്, ഇന്ത്യയിൽ തന്നെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രം. അപ്പോൾ ശരിക്കും ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റിനനുസരിച്ചായിട്ടാണോ ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഡോക്ടർ സതീഷ് ബാബു പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയുടെ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന കോഴ്സിൻ്റെ ഒരു വിവരണത്തിന് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ഈ കോഴ്സ് 1975 ഇവിടെ തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ നാവിക സാങ്കേതിക വികസനത്തിന് വേണ്ടി തന്നെയാണ് ഇത് തുടങ്ങിയത്. ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായം എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നൽകുവാനുള്ള ഒരു വലിയ പുറപ്പാടായിരുന്നു അന്ന് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ബിടെക് കോഴ്സിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ബിരുദധാരികളെയാണ് നമ്മൾ പുറത്തിറക്കുന്നത്. അതിൽ വളരെ അന്യാദൃശ്യമായിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ AICT കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാ ബിടെക് കോഴ്സുകൾക്കും ഇൻറ്റേൺഷിപ്പ് അത് മസ്റ്റായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിൽ 1975 മുതൽ 50 കൊല്ലമായിട്ട് ഇൻറ്റേൺഷിപ്പ് നടന്നു വരുന്നുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ വെക്കേഷനിൽ അവർ വീട്ടിലല്ല ഇരിക്കുന്നത്, അവർ ഇൻഡസ്ട്രിയിലാണ് ഇരിക്കുന്നത്. കപ്പൽശാലകളിലോ അതുപോലെയുള്ള ബാക്കിയുള്ള സമുദ്ര വ്യവസായ ശാലകളിലോ അങ്ങനെ പല ഡിസൈൻ ഓഫീസുകളിലോ കൺസൾട്ടൻസി ഓഫീസുകളിലാണ് അവർ വെക്കേഷൻ ചെലവഴിക്കുന്നത്. അതുതന്നെ ഇൻഡസ്ട്രിയും ഈ അക്കാഡമിക് പ്രോഗ്രാമുമായിട്ടുള്ള ബന്ധത്തിന് വലിയ ഒരു ഉദാഹരണമാണ്. സാർ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് ചൂസ് ചെയ്ത് ആദ്യം ചോദിക്കുന്നത് എത്ര സാലറി കിട്ടും എന്നുള്ളതാണ്. സാർ, ഈ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് കുസാറ്റിലെ ബിടെക് ഈ ഒരു പ്രോഗ്രാം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ്, സാലറി ഇന്ത്യക്കകത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തുമാണെങ്കിൽ ഏത് റേഞ്ചിൽ ഒരു തുടക്കക്കാരന് ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ട്? ഈ ചോദ്യം ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, 100% കോർ ഏരിയയിൽ ജോലി കിട്ടുന്ന അപൂർവം ഒരു കോഴ്സുകളിൽ ഒന്നാണ് ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരികളും പലരും IT സെക്ടറിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് പ്ലേസ്മെൻറ്റ് സെൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാത്രമുണ്ട്. ഞങ്ങൾ കോർ ഏരിയയിൽ മാത്രമുള്ള കമ്പനികളാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് എല്ലാവരും ഇതുവരെ മിക്കവാറും എല്ലാ ബാച്ചുകളും 100% ജോലിയോടുകൂടി ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും, എല്ലാവരും നല്ല രീതിയിൽ നല്ല ശമ്പളത്തോടു കൂടി തന്നെ ജോലിക്ക് പോകും. പിന്നെ താങ്കൾ ചോദിച്ച ഫിഗർ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരു ഷിപ്പ് യാർഡ് അതുപോലെ ഒരു PSU ജോലി കിട്ടുന്നത് ഒരു 7 to 8 lakhs per annum സ്റ്റാർട്ടിംഗ് സാലറി. ഒരു
പിന്നെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഇനീഷ്യൽ ഒരു മിനിമം സാലറി ഒരു 6 to 7 lakhs per annum. പല കുട്ടികളും നമ്മുടെ പല കുട്ടികളിലും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി തന്നെ ഇൻ്റർനാഷണൽ പ്ലേസ്മെൻറ്റ്സ് ആണ് കിട്ടുന്നത്. അവർക്ക് ഒരു എബോവ് 20 lakhs അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് പാക്കേജ് തന്നെ ഉണ്ട്. സാർ ഇച്ചിരി ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് സാലറി ആണല്ലോ, ഒരു സീനിയർ ഒക്കെ കഴിയുമ്പോഴത്തേനും ഏത് റേഞ്ച് വരെ മാക്സിമം സാലറി കിട്ടാം? അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഒരു മാക്സിമം സാലറിയും ഒരു ഏകദേശ നമ്പർ പറയുകയാണെങ്കിൽ ഏകദേശം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി വളരെ വലിയ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഷിപ്പ് ഡിസൈൻ മാത്രമല്ല, അതിന് പുറത്ത് ഈ ഷിപ്പിൻ്റെ ലൈഫ് സൈക്കിളിൽ വരുന്ന എല്ലാ വ്യവസായ മേഖലകളിലും ഇവർക്ക് ജോലി കിട്ടും. ഷിപ്പ് ബിൽഡിങ്ങിലാവാം, ഷിപ്പ് ഡിസൈൻ കൺസൾട്ടൻസിയിലാവാം, ഓഫ് ഷോർ സ്ട്രക്ചറിൻ്റെ ഡിസൈനിലാവാം, ഓഫ് ഷോർ ടെക്സ്റ്റിൻ്റെ കൺസ്ട്രക്ഷനിലാവാം, അങ്ങനെ ക്ലാസ്സിലാവാം. ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു മേഖലയുണ്ട്. ഷിപ്പുകളെ നിരീക്ഷിക്കുക, അതിനെ പരീക്ഷിക്കുക, അങ്ങനെയുള്ള പല മേഖലകളിലും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ജോലിയെല്ലാം ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോലി സാധ്യതകൾ വളരെ വിശാലമാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള പ്രമോഷനും വളരെ വലുതാണ്. കാരണം അവർക്ക് കരിയർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലിമിറ്റേഷൻ ഇല്ല. ഇവിടെ ചെറിയ നേവൽ ആർക്കിടെക്റ്റായിട്ട് തുടങ്ങിയ പലരും ഇപ്പോൾ ഇരിക്കുന്നത് ഓരോ വ്യവസായശാലകളുടെ ഷിപ്പ് യാർഡിൻ്റെ ഡയറക്ടറും ചെയർമാനുമായിട്ടാണ്. അങ്ങനെ വളരെ വിസ്താരമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ആ മേഖല, ഈ വേതനത്തിൻ്റെ മേഖല അല്ലെങ്കിൽ ആ ജോലിയുടെ മേഖല വളരെ വിശാലമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ തുടക്കം നല്ല സാലറിയാണ്, ഗ്രോത്തും അതേപോലെ വളരെ കൂടുതലുള്ള ഒരു മേഖലയാണ് നേവൽ ആർക്കിടെക്ചർ. സാർ, ഇപ്പം ഇത്രയും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കൊരു തോന്നൽ വരാം, എനിക്കിവിടെ പഠിച്ചാൽ കൊള്ളാമെന്ന്. സാർ, എങ്ങനെയാണ് ഇവിടുത്തെ ഈ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ? നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് നിങ്ങൾ കീമിൻ രജിസ്റ്റർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ JEE എൻട്രൻസിന് രജിസ്റ്റർ ചെയ്യുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ക്യുസാറ്റ് കണ്ടക്ട് ചെയ്യുന്ന കോമൺ അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് എഴുതണം. ആ എൻട്രൻസ് ടെസ്റ്റിൽ 60% മാർക്കുള്ള കുട്ടികൾക്ക് ആണ് ഈ ബ്രാഞ്ചിന് ഓൺലൈനായിട്ട് തന്നെ അപ്ലിക്കേഷൻ വന്ന് റാങ്ക് ലിസ്റ്റ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ബ്രാഞ്ചുകളെ പറ്റി പറയുമ്പോൾ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതുന്ന കുട്ടികളിൽ ഏറ്റവും ഹയർ റാങ്കിങ് ഉള്ള കുട്ടികളാണ് സാധാരണ ഇവിടെ വരുന്നത്. ആകെ നമുക്ക് ഒരു വർഷം 40 സീറ്റാണ് അപ്രൂവലുള്ളത്. അപ്പം അതിനകത്ത് കുറച്ച് സീറ്റ്സ് റിസർവ്ഡ് ഫോർ നേവി സ്റ്റുഡൻസ്. സോ വി ഹാവ് എ കൊളാബറേഷൻ. സോ നേവി സ്റ്റുഡൻസ് ആർ selected by Navy and they are coming. So balance seats, very few seats are available and a lot of competition. So students, please appear for this test and do well. സാധാരണഗതിയിൽ ഒരു നേവിക്കാർക്ക് എത്ര സീറ്റാണ് ഒരു വർഷവും ശരാശരി നോക്കുവാണെങ്കിൽ? നമുക്ക് ഒരു വർഷം അപ് ടു 15 സ്റ്റുഡൻസിന് വരെ കൊടുക്കാനുള്ള എഗ്രിമെൻ്റ് ഉണ്ട്. സോ നേവി ഡിപ്പെൻഡിങ് ഓൺ അവരുടെ ഒരു മാനിങ് പ്ലാൻ, എത്ര അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് വിടുന്നത്. നോർമലി 15 സ്റ്റുഡൻസ് വരെ വന്ന ബാച്ച് ഉണ്ട്. പക്ഷേ 2024 7 സ്റ്റുഡൻസ് ആണ്. സാർ, ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത്രയും ഡിമാൻഡിങ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഫീസ് അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് ഇതിലൊരു ഫീസ് സ്ട്രക്ചർ ഒരു വർഷം വെച്ച് നോക്കുവാണെങ്കിൽ? ഇതിൻ്റെ ഓരോ സെമസ്റ്ററിലുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. പരമാവധി ഫീസ് ഒരു സെമസ്റ്ററിൽ കുറച്ച് ഈവൻ സെമസ്റ്ററിൽ ഓഡ് സെമസ്റ്ററിൽ കുറച്ച് മാറും. പരമാവധി ഫീസ് വരുന്നത് 15,000 രൂപ മാത്രമാണ്. അത് ഇവർ കിട്ടുന്ന ശമ്പളവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ആ ഫീസിൻ്റെ ഇനം വളരെ വളരെ ചെറുതാണെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അത് ശരിയുമാണ്. സാർ, അടുത്തായിട്ട് ഞാൻ വിലയിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമേ ഇങ്ങനൊരു യുണീക്ക് ആയിട്ടുള്ള ബിടെക് പ്രോഗ്രാം ഉള്ളൂ. എന്താണ് ക്യുസാറ്റിലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു യുണീക്നെസ് ആയിട്ട് വിലയിരുത്താൻ പറ്റുന്നത്? ചരിത്രം പറയുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് വരുന്നത് 1971 71-72 കാലഘട്ടത്തിലാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്ക് നേവൽ ആർക്കിടെക്ട്സിനെയും ഷിപ്പ് ബിൽഡേഴ്സിനെയും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് 50 കൊല്ലം മുമ്പ് ഈ കോഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിക്കുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ബിരുദാനന്തര ബിരുദം
മാത്രമാണ്, ഗവേഷണവും ബിരുദാനന്ത ബിരുദവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു അതിഥിയായിട്ടാണ് ഈ കോഴ്സ് വരുന്നത്. പ്രീ ഡിഗ്രി പഠിച്ച് വരുന്ന ചെറിയ, അതെ, AICTE മാനദണ്ഡങ്ങൾ വച്ചുകൊണ്ടുള്ള ആദ്യത്തെ ബിടെക് കോഴ്സാണ് 50 കൊല്ലം മുമ്പ് തുടങ്ങിയത്. അതിൻ്റെ യുണീക്നെസ് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കൊല്ലവും കുട്ടികൾ വെക്കേഷനിൽ ഏതെങ്കിലും കപ്പൽശാലയിലോ അതുപോലെയുള്ള വ്യവസായ മേഖലയിലോ പോയി ഇൻറ്റേൺഷിപ്പ് നടത്തണം. കപ്പലിൻ്റെ പല ഭാഗങ്ങളും ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഷിപ്പ് ടെക്നോളജിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത അത്രയും വലുപ്പവും ഭാരവുമുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ഷിപ്പ് യാർഡുകളിലേക്ക് പോകേണ്ടി വന്നു. കൂടാതെ ആദ്യകാലങ്ങളിൽ ഷിപ്പ് ഓൺ ബോർഡ് ട്രെയിനിങ്ങും കൊടുത്തിരുന്നു. ഇവിടെ നിന്ന് ആൻഡമാൻസിലേക്കും ഇവിടെ നിന്ന് ലക്ഷദ്വീപിലേക്കും ഷിപ്പിൽ കുട്ടികൾ യാത്ര ചെയ്യുകയും ഒരു അധ്യാപകനോ 2 അധ്യാപകർ അതിൽ ചെന്ന് ഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, എൻജിൻ റൂമിൽ പോയി ഡെക്കിൽ പോയി എന്താണ് ഷിപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. മറ്റൊരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ 1978 ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഷിപ്പ് ബിൽഡിംഗ് നേവൽ ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്റ്റുഡൻസ് പ്രൊഫഷണൽ ബോഡി ഇവിടെ രൂപീകരിച്ചു. സൊസൈറ്റി ഓഫ് നേവൽ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് എന്നാണ് ആ പ്രൊഫഷണൽ ബോഡിയുടെ പേര്. ആ സ്നാസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായിട്ട് രീതിയിൽ നടന്നു വരികയാണ്. സ്നാസിലെ വിദ്യാർത്ഥികൾ അവരുടേതായ ശ്രമം കൊണ്ട് മാത്രം ഒരു ആനുവൽ ടെക്നിക്കൽ ജേണൽ എല്ലാ കൊല്ലവും ഇവിടെ നിന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന് വിപുലമായിട്ടുള്ള സംഗതികളാണ്. പണം കണ്ടെത്തണം, പേപ്പറുകൾ കണ്ടെത്തണം, പ്രിൻ്റ് ചെയ്യാൻ ആളെ കണ്ടെത്തണം, പബ്ലിഷ് ചെയ്യാൻ ആളെ കണ്ടെത്തണം, അങ്ങനെ വിപുലമായ രീതിയിൽ നടക്കുന്നുണ്ട്. 1982 അന്ന് ഇവിടെ പ്രൊഫസറായിരുന്ന, അന്ന് ഈസ്റ്റ് ജർമ്മനി ആയിട്ട്, പഴയ ഈസ്റ്റ് ജർമ്മനിയുമായിട്ട് കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു പ്രൊഫസർ ബീബെക്, അദ്ദേഹം ഒരു കൺസൾട്ടൻസി സെല്ല് ഇവിടെ തുടങ്ങി. ഡെസ്കോൺ എന്നാണ് ആ കൺസൾട്ടൻസി സെല്ലിൻ്റെ പേര്. ആ കൺസൾട്ടൻസി സെല്ലിൽ വിദ്യാർത്ഥികളും അധ്യാപകരുടെ ഒപ്പം നിന്നുകൊണ്ട് പല ഷിപ്പ് ബോട്ട് ഡിസൈനുകളും ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് പഠിക്കുമ്പോൾ തന്നെ കപ്പലുകളുടെ രൂപകൽപ്പനയും കപ്പലുകളുടെ നിർമ്മാണവും ആ മേഖലകളിൽ ഇടപെടാനുള്ള ഒരു അവസരം ഷിപ്പ് ടെക്നോളജി ഇപ്പോൾ നൽകുന്നുണ്ട്. സാറ് പറഞ്ഞതിൽ നിന്ന് ഒരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു അലുമിനി പ്രസന്റ് ഇപ്പോൾ ഒരു 44-45 ബാച്ചസ് പാസ് ഔട്ട് ആയിട്ടുണ്ട്. അവരെല്ലാവരും ലോകത്തിൻ്റെ പല ഏരിയയിലും വളരെ ഹയർ പൊസിഷൻസിലാണ്. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി അലുമിനി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും പുതിയ ന്യൂ ജനറേഷൻ നേവൽ ആർക്കിടെക്ചറിന് ജോലി കിട്ടാനും അവരുടെ പല സഹായങ്ങൾക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഫണ്ടിൻ്റെ ഒരു ഫണ്ടിങ് ആയിട്ടും ജോബ് ഇതായിട്ടും ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ നടത്തിയിട്ടും ഒരു ജൂനിയർ സീനിയർ തമ്മിലുള്ള വളരെ ക്ലോസ് ഒരു നെറ്റ് ഇൻട്രാക്ഷനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി. വേറൊരു വളരെ അന്യാദൃശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ 1987 ഇന്ത്യൻ നേവി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി അംഗീകരിക്കുകയും നേരത്തെ പറഞ്ഞിരുന്നു, അവരുടെ കേഡറ്റ്സിനെ അവർ എടുത്തതിന് ശേഷം ഇന്ത്യൻ നേവി ഷിപ്പ് ടെക്നോളജിയിൽ വിട്ട് ബിടെക് പഠിപ്പിച്ച് പുറത്തിറക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ്. ഇന്ത്യൻ നേവിയുടെ ഇപ്പോഴുള്ള നേവൽ ആർക്കിടെക്ട്സിൽ ഏതാണ്ട് 99% ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഷിപ്പ് ടെക്നോളജിയിലെ നേവൽ ആർക്കിടെക്ട്സ് ആണ്. ഇന്ത്യൻ നേവിയാണ് ലോകത്ത് ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ നേവൽ ആർക്കിടെക്ട്സിനെ എംപ്ലോയ് ചെയ്യുന്ന സ്ഥാപനം. അതിൽ 99% ഷിപ്പ് ടെക്നോളജിയിലെ ഗ്രാജുവേറ്റ്സ് ആണ്. അതുമാത്രമല്ല, ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു പ്രതിരോധ മേഖലയിൽ കേഡറ്റ്സുകളെ ഒരു സിവിലിയൻ സർവകലാശാലയിൽ വിട്ടു പഠിപ്പിക്കുന്നത് ഈ ഷിപ്പ് ടെക്നോളജിയിലെ ഇന്ത്യൻ നേവി ആ പദ്ധതി മാത്രമാണ്. സർ, ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കോഴ്സ്, അതായത് ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് കുസാറ്റിലല്ലാതെ ഇന്ത്യയിൽ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഇത് ലഭ്യമാണ്? അതുപോലെ തന്നെ ഈ ഒരു ബിടെക് പ്രോഗ്രാം കഴിഞ്ഞ ഒരാൾക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഹയർ എഡ്യൂക്കേഷന് സാധ്യതകളുണ്ട്? ഇത് ഒരു 100% ജോലി കിട്ടുന്നതുകൊണ്ട് പല കുട്ടികളും ഹയർ സ്റ്റഡീസ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് ഞങ്ങൾ. പക്ഷേ ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. ഷിപ്പ് ടെക്നോളജി ക്യുസാറ്റിനു അല്ലാതെ
ഇന്ത്യയിൽ IIT മദ്രാസ് ആൻഡ് IIT ഖരഗ്പൂറിൽ ഈ കോഴ്സ് ഉണ്ട്. അതുകൂടാതെ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലും ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആണ് ഈ നേവൽ ആർക്കിടെക്ചർ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ IIT-കളിൽ ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ BTech കഴിഞ്ഞ എല്ലാ ബ്രാഞ്ചിലെയും കുട്ടികൾ എഴുതുന്നത് പോലെ ഗേറ്റ് എന്ന എക്സാമിനേഷൻ എഴുതണം. പക്ഷേ ഒരു ട്രെൻഡ് ഞങ്ങൾ കാണുന്നത് കുട്ടികൾ ഈ കുറച്ച് വർഷം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ വിദേശത്ത് പല ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യൂറോപ്പ്, US, ജപ്പാൻ അവിടെയെല്ലാം നമ്മുടെ പല കുട്ടികളും ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ട്. ഉപരിപഠനത്തിൻ്റെ സാധ്യതകൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ എനർജി ജനറേഷൻ അല്ലെങ്കിൽ ഊർജ്ജോത്പാദനം കരയിൽ നിന്ന് കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നേവൽ ആർക്കിടെക്ചറും ഷിപ്പ് ബിൽഡിങ്ങും പഠിച്ച് ഇറങ്ങുന്നവർക്ക് സമുദ്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജ്ജോത്പാദനം, വിൻമിൽസ്, വേവ് എനർജി, അതുപോലെയുള്ള ജനറേഷൻ, അങ്ങനെയുള്ള മേഖലയിലേക്ക് ധാരാളം സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്ക് വേണ്ടി ഉപരിപഠനത്തിൻ്റെ ആവശ്യവുമുണ്ട്. യൂറോപ്പിൽ വളരെയധികം വിദ്യാർത്ഥികൾ ഡോക്ടർ സതീഷ് ബാബു പറഞ്ഞ പോലെ ഒരു 3-4 കൊല്ലം ജോലി ചെയ്ത് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത് അവർ യൂറോപ്പിൽ എനർജി മേഖലയിൽ, ഓഷൻ എനർജി മേഖലയിൽ ഉപരിപഠനത്തിനായിട്ട് ധാരാളമായിട്ട് പോയി കാണുന്നുണ്ട്. സർ, ഈ ഒരു കോഴ്സ് ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഗേൾസിനും പറ്റുമോ? അങ്ങനെ വല്ല വേർതിരിവ് വല്ലതും ഉണ്ടോ ഈ ഒരു കോഴ്സിൻ്റെ കാര്യത്തിൽ? അങ്ങനെ ഒരു വേർതിരിവും ഇവിടെ ഇന്ന് നിലവിലില്ല. ഉണ്ടായിരുന്നില്ല. പക്ഷേ പെൺകുട്ടികളുടെ അഡ്മിഷൻ പണ്ട് കുറച്ച് കുറവായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളും പെൺകുട്ടികളുടെ എൻജിനീയറിംഗ് പഠിത്തത്തിന് ശേഷമുള്ള പെൺകുട്ടികളുടെ ജോലി സാധ്യതകൾ എല്ലാ മേഖലയിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കപ്പലിൽ എൻജിനീയേഴ്സായിട്ട് വരെ പോയി തുടങ്ങി. ഇന്ത്യൻ നേവി അവരെ എൻജിനീയേഴ്സായിട്ട് എടുത്തു തുടങ്ങി. അപ്പോൾ വളരെ സാധ്യതകൾ പെൺകുട്ടികൾക്ക് ഇന്നുണ്ട്. കഴിഞ്ഞ 2-3 ബാച്ചുകളിലായിട്ട് പെൺകുട്ടികളുടെ എണ്ണം നല്ലവണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ആൺകുട്ടികളുടെ എണ്ണത്തിനോട് ഒപ്പം എത്തിയിട്ടില്ല എങ്കിലും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നതും ജോലി ലഭ്യതയുള്ളതുമായ ഒരു കോഴ്സ് തന്നെയാണ് ഷിപ്പ് ടെക്നോളജിയിലെ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് BTech. സാർ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഈ BTech പ്രോഗ്രാം അല്ലാതെ വേറെ ഏതെങ്കിലും പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? ഞങ്ങൾക്ക് BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കൂടാതെ ഒരു മാസ്റ്റേഴ്സ് MTech പ്രോഗ്രാം കൂടെയുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ പേര് കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ, കസാഡ് എന്ന് പറയും. അതും മോർ ദാൻ 25 years ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 18 കുട്ടികൾ ആണ് അതിൻ്റെ ഇയർലി സീറ്റ്. അതും ഒരു 100% പിന്നെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എല്ലാവരും വളരെ നല്ല നിലയിൽ ഉണ്ട്. ഇനി റിസർച്ച്, ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീൽഡാണ്. ഞങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഇതുവരെ 28ഓളം പ്രബന്ധങ്ങൾ നമ്മുടെ PhD അവാർഡ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് നേവൽ ആർക്കിടെക്ചറിന് മാത്രമല്ല, നിങ്ങളുടെ MTech പ്രോഗ്രാം ആണെങ്കിലും PhD പ്രോഗ്രാം ആണെങ്കിലും ഇൻ്റർ ആണ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, റിലേറ്റഡ് എല്ലാ ഫീൽഡിലുള്ളവർക്കും ഈ മേഖലയിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് എക്സ്പെരിമെൻ്റൽ റിസർച്ചാണോ അല്ലെങ്കിൽ തിയററ്റിക്കലിനാണോ കമ്പ്യൂട്ടേഷണൽ റിസർച്ചാണോ, എല്ലാ മേഖലകളിലും റിസർച്ചിനുള്ള സൗകര്യവും മറ്റ് ഇൻഡസ്ട്രി ആയിട്ടുള്ള റിസർച്ച് കൊളാബറേഷൻസും ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ട്. കുറച്ചുകൂടി കൂട്ടി പറയുകയാണെങ്കിൽ ഈ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ഇൻ്റർ ഡിസിപ്ലിനറിയാണ്. അതായത് ഒരു വലിയൊരു കൂറ്റൻ കെട്ടിടം, ഒരു ഫ്ലാറ്റ്, വേൾഡ് ട്രേഡ് സെൻറ്റർ, വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുന്നത് പോലെയുള്ള വലിയ ഒരു സംവിധാനമാണുള്ളത്. നേവൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അതിലുള്ള കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെറീൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടേഷൻ, അങ്ങനെ ഏതൊക്കെ മേഖലകൾ എഞ്ചിനീയറിംഗിലുണ്ടോ അതെല്ലാം ഷിപ്പ് ടെക്നോളജിയിൽ ഉണ്ട്. അതുണ്ടായാലേ ഷിപ്പ് നമുക്ക് ഉണ്ടാക്കാനും അത് പ്രവർത്തിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി മേഖലയാണ്. റിസർച്ചും വളരെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്.
സാറ് പറഞ്ഞത് വേറെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നിരുന്നത്, നമ്മളൊരു സിറ്റി, ഒരു ടൗൺ എടുത്താൽ അത് ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരു ടൗണിൽ നമ്മൾ കാണുന്ന എല്ലാ ഫെസിലിറ്റിയും, ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അക്കോമഡേഷൻ, അടുക്കള, പിന്നെ എയർ കണ്ടീഷനിങ്, എൻജിൻ, എല്ലാം ഒരു ഷിപ്പിനകത്ത് സെൽഫ് സസ്റ്റെയിൻഡ്. അതെല്ലാം പഠിക്കാൻ വളരെ ചലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഡിസിപ്ലിനാണ്. ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥിനികളെയും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ ഒരു ഇൻഡസ്ട്രി റിക്വയർമെൻ്റ് ഉള്ളൊരു ബിടെക് പ്രോഗ്രാം നടത്തുമ്പോൾ ഏതൊക്കെ ഇൻഡസ്ട്രിയുമായിട്ടാണ് കൊളാബറേഷൻ സാധ്യതകളുള്ളത്? ഇപ്പോൾ നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡായ കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ട് പഠനത്തിനും ഗവേഷണത്തിനും പ്രോജക്റ്റുകൾക്കുമായിട്ട് ഒരു MOU ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നുള്ള എൻജിനീയേഴ്സ്, വളരെ ആ മേഖലയിൽ വളരെ പരിചയസമ്പന്നരായിട്ടുള്ള എൻജിനീയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഷിപ്പ് ടെക്നോളജിയിൽ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ജാപ്പനീസ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി, ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പുകളുടെ നിരീക്ഷണത്തിനുള്ള ഏറ്റവും വലിയ ഷിപ്പ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയായ ജാപ്പനീസ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ക്ലാസ് എൻ കെയുമായിട്ടും നമുക്ക് ഷിപ്പ് ടെക്നോളജിയിൽ ഒരു MOU ഉണ്ട്. ഇതിന് പുറമെ അധ്യാപകർ കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗതത്തിലെ ബോട്ടുകളുടെയും മറ്റു യാനങ്ങളുടെയും അതിൻ്റെ സന്തുലനം അല്ലെങ്കിൽ സ്ഥിരത പരീക്ഷണവും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ പരീക്ഷണങ്ങളും ചെയ്യാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഷിപ്പ് ടെക്നോളജിയിലെ അധ്യാപകരാണ് കേരള ഗവൺമെൻറ്റിനെ സഹായിച്ചിരുന്നത്. അതുപോലെ ധാരാളം ബോട്ട് യാർഡുകളും ഷിപ്പ് യാർഡുകളും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ടൻസിക്ക് വേണ്ടി വരുന്നുണ്ട്. വലിയൊരു മേഖല തന്നെ അതിനുണ്ട്. വിദ്യാർത്ഥികൾക്കും ഈ മേഖലയിൽ പങ്കെടുക്കാം. സർ, ഇതുപോലൊരു ഇൻഡസ്ട്രിയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു ബിടെക് പ്രോഗ്രാം, ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. സർ, ശരിക്കും ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? അവർ അക്കാഡമീഷ്യനാണോ, അതോ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരാണോ, അതോ ഏതൊരു ബാക്ക്ഗ്രൗണ്ടാണ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് വിലയിരുത്താൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റിയും ഇന്റർ ഡിസിപ്ലിനറി ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മളൊരു ബ്രോഡലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേവൽ ആർക്കിടെക്ചർ പഠിച്ച് നേവൽ ആർക്കിടെക്ട്സ് ഫാക്കൽറ്റി ആയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ കോസ്റ്റൽ എഞ്ചിനീയറിംഗ്, ആ മേഖലകളിലെല്ലാം വൈദഗ്ധ്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റിയാണ് നമ്മുടെ കുട്ടികളെ ഇതൊരു പഠിപ്പിക്കൽ മാത്രമല്ല, നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് അവർ മെൻറ്റർ ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്യിപ്പിച്ച് പ്ലേസ്മെന്റ് കൂടെ കൊടുക്കുന്ന ഒരു ടോട്ടൽ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. സതീഷ് ബാബു സാറിൻ്റെ ഒരു ലാളിത്യം കൊണ്ട് പറയാതിരുന്നാണ്, 20 കൊല്ലമായിട്ട് ഇന്ത്യൻ നേവിയിൽ നാവിക കപ്പലുകളുടെ നിർമ്മാണവും രൂപകൽപ്പനയും ചെയ്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ PK സതീഷ് ബാബു. അതിനുശേഷമാണ് പഠിപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യവസായത്തിൽ, ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു അധ്യാപകം തന്നെയാണ് നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. താങ്ക് യു സാർ. അത് സാറ് പറഞ്ഞ് നമുക്ക് നേവിയുമായിട്ടൊരു കൊളാബറേഷൻ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ട് 2 നേവി ഓഫീസർ അവർ നേവൽ ആർക്കിടെക്ട്സ് ആണ്. അവരും ഇവിടെ ഫുൾ ടൈം വന്നിട്ട് നമുക്ക് റെഗുലർ നമ്മുടെ അക്കാഡമിക് പ്രോഗ്രാമിൽ സഹകരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വി ഹാവ് എ വെൽ ഡൈവേഴ്സിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ടു ഗൈഡ് ദ സ്റ്റുഡൻസ്. നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടാൻ ഇച്ചിരി അധികം ആഗ്രഹമുണ്ടായിരുന്ന ഒരു ഫീൽഡാണ്. പക്ഷേ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഐഡിയാസ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനിലൂടെ വളരെ കൃത്യമായ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. സോ ഷിപ്പ് ടെക്നോളജിയിലെ HOD സതീഷ് ബാബു സാറും ശിവപ്രസാദ് സാറും എല്ലാം ഈ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനിൽ വളരെയധികം ആക്റ്റീവ് ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.